സുപ്രഭാതം. ദൈവനാളിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 12 വേർഡ്സ് 14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നാം എല്ലാവരോടും സമാധാനം ആചരിക്കാറുണ്ടോ? ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ആമേൻ നടക്കും. അത് നടത്തി തരുവാൻ നമ്മുടെ കർത്താവ് സർവശക്തിയുള്ളവനാണ്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിൽ, നോട്ടത്തിൽ, നടപ്പിൽ, ഇരിപ്പിൽ, ചിന്തയിലെ നിരൂപണങ്ങളിലൊക്കെയും ശുദ്ധീകരണത്തിന് തടസ്സമായി അനേക കാര്യങ്ങളുണ്ട്. ഈ രാവിലെ സമയത്ത് അതിൽ നിന്നൊരു വിടുതൽ പ്രാപിപ്പാൻ യേശുവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് പറഞ്ഞാട്ടെ, തെറ്റിപ്പോയി കർത്താവേ, എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്, അങ്ങത് നൽകണമെന്ന് പറയാം. എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ എനിക്ക് ശക്തി വരണമെന്ന് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ട് കർത്താവിനെ കാണാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ,